കിങ്ഡം സ്റ്റാറിംഗ് വിജയ് ദേവരകൊണ്ട, സത്യദേവ് ആൻഡ് നമ്മുടെ മലയാളി മച്ചാൻ വെങ്കടേഷ് അല്ലെങ്കിൽ നമ്മുടെ വെങ്കി. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടമായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഗംഭീര എപ്പിക് ചോസൺ വൺ സ്റ്റോറി ആയിട്ടാണ് എനിക്ക് കിങ്ഡം ഫീൽ ചെയ്തത്. ബട്ട് അത് പറയുമ്പോൾ പോലും എനിക്കിതൊരു പെർഫെക്റ്റ് മൂവിയാണെന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് ഓഫ് സർട്ടൻ ഇഷ്യൂസ്. ആ ഇഷ്യൂസിനെ പറ്റി പറയുന്നതിന് മുന്നേ ഞാൻ ആദ്യം തന്നെ ഈ പടത്തെ ഏറ്റവും വലിയ പോസിറ്റീവ്സ് തുടങ്ങാം, പെർഫോമൻസിൽ തുടങ്ങാം. വിജയ് ദേവരകൊണ്ട എന്തൊക്കെ ആള് പൊട്ടത്തരം വിളിച്ച് പറയുകയാണെങ്കിൽ പോലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി ഹാവ് ടു ഗിവ് ഇറ്റ് അപ്പ് ബിക്കോസ് ഈ പടത്തിലെ അണ്ണന്റെ പെർഫോമൻസ് സൂപ്പർ. അഥവാ യൂഷ്വലി ചെയ്യാത്തൊരു റോളാണ്, അഥവാ കുറച്ചും കൂടി റഫ് റസ്റ്റിക് ആയിട്ടുള്ള ഒരു റോളാണ്. അത് കിഡിലനായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സത്യദേവും സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി ഇമോഷണൽ സീൻസിൽ ഭയങ്കര എക്സ്പ്രഷൻ ആയിട്ടുള്ള പരിപാടി ഒന്നുമല്ല, ഭയങ്കര സ്റ്റബേൺ ആയിട്ടുള്ള ഒരു ഫേസ്. ബട്ട് ഫോർ സം റീസൺ അതൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും പെർഫോമൻസിന്റെ കാര്യത്തിൽ ഈ പടത്തിൽ സ്റ്റാർ ആയത് നമ്മുടെ മലയാളി മച്ചാൻ വെങ്കടേഷ് വെങ്കി. ഹി വാസ് ഫ്രിക്കിൻ ഇൻക്രെഡിബിൾ മാൻ. ഈ പടത്തിൽ അയാളുടെ പെർഫോമൻസ് കണ്ട് എന്റെ കണ്ണ് തള്ളിപ്പോയി. ആ ലെവല് ഒരു സൈക്കോ വില്ലനിസം. അഥവാ നമുക്ക് അവസാനത്തുമ്പോ ഇവനെ ഏറ്റവും ശോകമായിട്ടുള്ള രീതിയിൽ കൊല്ലണം എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു പരിപാടി. അണ്ണൻ സൂപ്പർ പെർഫോമൻസ്, ഈസിലി ദ ബെസ്റ്റ് പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിട്ടാണ് ചെയ്യുന്നുണ്ട്. ബട്ട് ദ ബെസ്റ്റ് പെർഫോമൻസ് ഡെഫിനറ്റ്ലി വെങ്കി തന്നെയായിരുന്നു. അതുപോലെ പടത്തിന്റെ മേക്കിംഗ്, സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അതുപോലെ കളർ ഗ്രേഡിംഗ് വർക്ക് ആണെങ്കിലും പടത്തിന്റെ ആ ഒരു വൈബും ആ ഒരു ടോണും അതുപോലെ ആ ഒരു ടൈം പീരീഡും കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആണ് ഈ വിഷ്വലി പടം കേട്ടോ. അതുപോലെ ഫൈറ്റ് കൊറിയോഗ്രാഫി കുറച്ചും കൂടി കുറച്ചും കൂടി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, റിയലിസ്റ്റിക് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു റിയലിസ്റ്റിക് വൈബുള്ള ഫൈറ്റ് കൊറിയോഗ്രാഫിയാണ് പടത്തിലുള്ളത്. അത് നന്നായിട്ട് വർക്ക് ആയിട്ട് ശരിക്കും നമുക്ക് അഫക്റ്റ് ഫീൽ ചെയ്യും. അതുപോലെ കുറച്ച് ചേസ് സീനൊക്കെ ഉണ്ട് പടത്തിൽ. ഒന്നും എനിക്ക് പറയാനില്ല, ഡ്രോൺ ഷോട്ടൊക്കെ വെച്ചിട്ട് വേറെ ലെവൽ വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ വിഷ്വലി പടം ഗംഭീരമാണെങ്കിലും അതിഗംഭീരമായിട്ടുള്ളത് പടത്തിന്റെ ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് ആണ്. സൗണ്ട് ഡിസൈനിങ് വാസ് ഇൻക്രെഡിബിൾ. അഥവാ ഈ പടത്തില് ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ഇല്ല, അഥവാ ആൾക്കാർ കടന്ന് അതൊക്കെ ശരിക്കും മനസ്സിൽ ഹിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഫൈറ്റ് സീനിലൊക്കെ പഞ്ചും കിക്കിന്റെ ഒക്കെ ആ സൗണ്ട് എഫക്റ്റ് ഇല്ലേ, ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും. ആ ലെവല് വർക്കാണ് ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഈ പടം നിങ്ങൾ തിയേറ്ററിൽ കാണുകയാണെങ്കിൽ ഒരു മിനിമം 4K ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ കാണാൻ നോക്കാം. ബിക്കോസ് അത് വേർത്ത് ഇറ്റ് ആയിരിക്കും മാൻ. ആ ലെവല് വിഷ്വൽ ആൻഡ് ഓഡിയോ ട്രീറ്റ്മെന്റ് ആണ് പടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഓഡിയോനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട പേര് the one and only അനിരുദ്ധ്. എന്താ ഞാൻ പറയാ, അനിരുദ്ധിന് എത്ര ഹേറ്റേഴ്സ് വന്ന് കളിയാക്കി ഇതൊക്കെ ചെയ്യണമെങ്കിൽ പോലും വി ഹാവ് ടു ഗിവ് ഇറ്റ് അപ്പ് ബിക്കോസ് അനിരുദ്ധിന്റെ മ്യൂസിക് ഹാസ് സേവ്ഡ് മൂവീസ് ആൻഡ് കിങ്ഡമും അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. കിങ്ഡം ഒരു മോശം സിനിമയാണ്, അനിരുദ്ധിന്റെ മ്യൂസിക്കാണ് സേവ് ചെയ്തതെന്നല്ല ഞാൻ പറയുന്നത്. കിങ്ഡം എന്ന് പറയുന്ന ഒരു കിടിലൻ സിനിമേനെ ഒരു ഗംഭീര ലെവലിലേക്ക് എലവേറ്റ് ചെയ്തു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. അനിരുദ്ധിന്റെ മ്യൂസിക് ആ ലെവല് സാധനമാണ് പണി വെച്ചിരിക്കുന്നത്. അഥവാ എപ്പിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയില്ലേ, അമ്മാതിരി പരിപാടി. പിന്നെ കുറച്ച് കാലത്തിന് ശേഷം ഞാൻ ഇത്രയ്ക്ക് ഇമേഴ്സ്ഡ് ആയിട്ടിരുന്ന കണ്ട ഒരു സിനിമയും കൂടിയാണ് കിങ്ഡം. അഥവാ ഞാൻ തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു വേൾഡിന്റെ ഒരു സ്പെക്ടേറ്റർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ ലെവലിലായിരുന്നു ഞാൻ ഈ പടത്തിൽ ഇമേഴ്സ്ഡ് ആയി. എനിക്ക് ജെനുവൻലി ഈ പടം ഒട്ടും ലാഗ് അടിച്ചില്ല. പക്ഷെ ഐ വുഡ് സേ ഒരു കമേഴ്ഷ്യൽ ഓഡിയൻസിന് ചിലപ്പോൾ ഈ പടം ലാഗ് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഇതൊരു മാസ് കമേഴ്ഷ്യൽ എന്റർടൈനർ ആയിട്ട് ഒരിക്കലും പ്രതീക്ഷ പോകരുത്. ഇതൊരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു പക്ക സിനിമാറ്റിക് ആയിട്ടുള്ള കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു എപ്പിക് ചോസൺ വൺ സ്റ്റോറിയാണ്. നമ്മൾ ഇതിനു മുന്നേ ചോസൺ വൺ സ്റ്റോറീസ് കണ്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു പടം തന്നെയാണ്. വലിയ പുതുമയൊന്നും ഇല്ല ഈ പടത്തിൽ. എന്തൊക്കെ പറയണമെങ്കിൽ പോലും ഇറ്റ് വർക്ക് മാൻ, ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു എനിക്ക് കേട്ടോ. ഇനി ഇതൊക്കെ പറയുമ്പോൾ പോലും നെഗറ്റീവ്സ് കുറച്ചുണ്ട്, അത് നമുക്ക് എന്തായാലും പറഞ്ഞു തുടങ്ങാം. ആദ്യം തന്നെ കുറച്ച് ഇലോജിക്കൽ പരിപാടികളൊക്കെ ഈ സിനിമയിലുണ്ട്. അതൊക്കെ ഞാനും കണ്ടപ്പോൾ തിയേറ്ററിൽ ഇരുന്നിട്ട് ലൈക്ക് അതങ്ങനെ വേണമായിരുന്നു. ശരി തന്നെ ഇതൊരു സിനിമയാണ്, ലോജിക്ക് നോക്കരുത് എനിക്കറിയാം. ബട്ട് ചില സാധനങ്ങളൊക്കെ ലൈക്ക് അത്രയ്ക്ക് ഓബ്വിയസ് ആണ്, അത് ശരിക്കും ഒരു കല്ലിടയിൽ തോന്നി. അതുപോലെ എടുത്തു പറയണം തമിഴ് ഡബിങ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും പോരാൻ തോന്നി. അഥവാ എഴുതി വെച്ചിരിക്കുന്ന സാധനം വായിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു തമിഴ് ഡബിങ്, വിച്ച് വാസ് റിയലി ഡിസപ്പോയിന്റിങ്. അതുപോലെ ഈ പടത്തിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ പടത്തിന്റെ ഡ്യൂറേഷനാണ്. അഥവാ 2 മണിക്കൂർ 50 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ ആവേണ്ട സിനിമ പിടിച്ച് അവർ 2 മണിക്കൂർ 40 മിനിറ്റ് ഒതുക്കി വെച്ച പോലെയുണ്ട്. അത് എസ്പെഷ്യലി ഫീൽ ചെയ്തത് എനിക്ക് ക്ലൈമാക്സിലാണ്. അഥവാ കുറച്ചും കൂടി സമയം എടുത്ത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സാധനം വളരെ റഷ്ഡായി ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇറ്റ് വാസ് സ്റ്റിൽ ഓസം. അപ്പോൾ അനിരുദ്ധിന്റെ മ്യൂസിക്കും നമ്മുടെ വിജയ് ദേവരകൊണ്ടന്റെ സ്ക്രീൻ പ്രസൻസ് കാരണം കിടിലനായിരുന്നു. ബട്ട് ഇറ്റ് കുഡ് ഹാവ് ബീൻ സോ മച്ച് ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ കുറെ ഭാഗങ്ങൾ ഈ പടത്തിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് ഭയങ്കര ഓബ്വിയസ് ആയിട്ട്. അത് കാരണം കുറച്ച് സീൻസിലൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ഇവർ രണ്ടുപേരും തമ്മിൽ ബന്ധമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള
ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് ഓക്വേർഡ് ആയിരുന്നു. അതെന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അത് കുറച്ചും കൂടി ബുദ്ധിപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ബട്ട് എന്തൊക്കെയാണെങ്കിലും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇതൊരു പെർഫെക്റ്റ് മൂവിയാണെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി ഒരു ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്ന സിനിമ തന്നെയാണ് കിങ്ഡം. ഉറപ്പായിട്ടും ഞാൻ തിയേറ്ററിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമ. അഗൈൻ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, ബട്ട് ഐ ലവ്ഡ് ഇറ്റ്, സോ ഐ ആം ഗോയിങ് ടു റെക്കമെൻഡ് ഇറ്റ്. എന്താണെങ്കിലും നിങ്ങൾ സിനിമ തിയേറ്റർ കണ്ടവരാണ് നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.